68 കൊല്ലമായിട്ടും മായാതെ നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ചുമരെഴുത്തുണ്ട് കൊച്ചിയിൽ. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി എഴുതിയതാണ് ഇത്. ഇടപ്പള്ളി മാർക്കറ്റിലെ കെട്ടിടത്തിന്റെ ചുമരിൽ ഒരു കേടും സംഭവിക്കാതെ ഇത് ഇപ്പോഴും കാണാം. സോഷ്യൽ മീഡിയ റീലുകളും AI വീഡിയോകളും ഒക്കെ വന്നെങ്കിലും തെരഞ്ഞെടുപ്പിൽ ചുമരെഴുത്ത് ഇപ്പോഴും താരമാണ്. കാലത്തിന് മായ്ക്കാൻ കഴിയാത്ത ചുമരെഴുത്താണ് ഇടപ്പള്ളി മാർക്കറ്റിലുള്ളത്. 68 കൊല്ലം മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി എഴുതിയതാണ് ഈ കാളപ്പെട്ടി ചുമരെഴുത്ത്. ഇടപ്പള്ളി പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള പഴയ കെട്ടിടത്തിന്റെ ചുമരിലാണ് ഇതുള്ളത്. 1957 കോൺഗ്രസ് സ്ഥാനാർത്ഥികളായും നിയമസഭയിലേക്ക് മത്സരിച്ച AV ജോസഫിനും ലോക്സഭയിലേക്ക് മത്സരിച്ച AM തോമസിനും വേണ്ടി കോൺഗ്രസ് പ്രവർത്തകരാണ് ഇത് എഴുതിയത്. കമ്മ്യൂണിസ്റ്റിന്റെ അതേ കാളപ്പെട്ടിയാണ് കോൺഗ്രസിന്റെ. ഇതുപോലെ ഒരുപാട് പാർട്ടികളൊന്നുമില്ല, രണ്ട് മൂന്ന് പാർട്ടികളേ ഉള്ളൂ. അപ്പോൾ അന്ന് കോൺഗ്രസിന്റെ ചിഹ്നം കാളയായിരുന്നു. അപ്പോൾ അതിന് പ്രത്യേകിച്ച് വോട്ട് ചെയ്യാൻ നേരത്ത് ഈ പറഞ്ഞ പോലെ പെട്ടിയാണ്, അതിൽ കോൺഗ്രസ്സുകാരനെ കാളപ്പെട്ടിയിൽ കൊണ്ടുപോയി ബാലറ്റ് പേപ്പർ ഇടും. അന്ന് ഇടപ്പള്ളി മാർക്കറ്റിൽ നിന്ന് ഭയങ്കര കച്ചവടമൊക്കെ ഉള്ളതാണ്. ഒരുപാട് സ്ഥലത്തു നിന്നൊക്കെ ആൾക്കാർ ഇവിടെ വന്നാണ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകണം. ഇപ്പോൾ ഇവിടെ കോർപ്പറേഷൻ്റെ ഇലക്ഷനാണ് ഇപ്പോൾ നടക്കാൻ പോകണം. 2 സ്ഥാനാർത്ഥികളും നല്ല സ്ഥാനാർത്ഥികളാണ്. മരത്തിന്റെ ഇലകളും ഇഷ്ടികപ്പൊടിയും ചാലിച്ചുണ്ടാക്കിയ നിറക്കൂട്ടുകൊണ്ടാണ് ഈ ചുമരെഴുത്ത് എഴുതിയിരിക്കുന്നത്. അക്കാലത്ത് യൂത്ത് കോൺഗ്രസ് ഓഫീസായിരുന്നു ഈ കെട്ടിടം. ഈ പ്രദേശം കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെട്ടതായിരുന്നു. കോൺഗ്രസിന്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായിരുന്നു കാളപ്പെട്ടി. അന്ന് ലോക്സഭയിലേക്ക് 2ാം വട്ടവും AM തോമസ് വിജയിക്കുകയും നിയമസഭയിലേക്ക് മത്സരിച്ച AV ജോസഫ് പരാജയപ്പെടുകയും ചെയ്തിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി.